സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പിന് അക്ഷരനഗരിയിൽ ആവേശകരമായ വരവേൽപ്പ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായ കൊല്ലത്തേക്കുള്ള ഘോഷയാത്രയ്ക്കാണ് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകിയത്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജില്ല സ്വീകരിച്ചു. പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ KR ഗിരിജ തുടങ്ങിയവർ ഹാരമണിയിച്ചു. തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വിജയിക്കാൻ വേണ്ടി കഴിയത്തില്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിൽ ഇതിനു വേണ്ടി കുറെ ദിവസങ്ങളായി നമ്മുടെ അധ്യാപകരെല്ലാം അതിന്റെ ഈ മത്സരാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും, മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ മാനേജ്മെന്റ് ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും. നമുക്ക് ഈ ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 117.5 പവൻ വരുന്ന സ്വർണ്ണക്കപ്പ് തൊടുപുഴ ട്രഷറിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കോട്ടയത്തെത്തിച്ചത്. തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ നീങ്ങുന്ന ഘോഷയാത്ര വൈകിട്ട് കൊല്ലത്തെത്തും. ജനുവരി 4 മുതൽ 8 വരെയാണ് സ്കൂൾ കലോത്സവം നടക്കുക. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.